ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഹരിനാമ കീർത്തനത്തിലെ അടുത്ത പദ്യങ്ങൾ നോക്കാം. 53, 54 പദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിന് പ്രണാമം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജീവിതത്തിൻ്റെ വളരെ എന്താ പറയുക, സത്യങ്ങളെ തുറന്നു കാട്ടുന്നതാണ് പല പദ്യങ്ങളും. അപ്പോൾ ഉപനിഷത്ത് തത്വങ്ങൾ, ഭാഗവതത്തിലെ കഥകളൊക്കെ ചേർത്ത് ഇണക്കിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഹരിനാമ കീർത്തനം പാരായണം ചെയ്യുന്നത് ഒരു ശീലമാക്കാം. അപ്പോൾ 53-ാമത്തെ പദ്യം 54 നോക്കാം. ഭക്ഷിപ്പതിന് ഗുഹ പോലെ പിളർന്ന മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ, എത്തുന്ന ദർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം ഗണക്കെ ഹരിനാരായണായ നമ. നമ്മൾ ഈ തവളകളൊക്കെ ഇങ്ങനെ പ്രാണികളെയൊക്കെ പിടിച്ച് തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ തവളയെ പിടിക്കാൻ വരുന്ന ഒരു സർപ്പം, അതിൻ്റെ മുഖം, വായ ഇങ്ങനെ ഗുഹ പോലെ പിളർന്ന് ഇരിക്കുന്ന അതിൻ്റെ വായയിലേക്ക് തവള പോകുന്നു. എന്നാൽ തവള ചെയ്യുന്നത് വേറെ പ്രാണികളെ തിന്നാനുള്ള തിരക്കിലാണ്. അപ്പോൾ അതൊരു മൃത്യുവിൻ്റെ വായിൽ പോയി അകപ്പെട്ടിട്ട് പോലും അതിൻ്റെ മനസ്സും ഒക്കെ പല പല ആഗ്രഹങ്ങളുടെ പുറകെയാണ് ആ തവളയുടെ ആ ഒരവസ്ഥ. അതുപോലെയാണ് നമ്മൾ മൃത്യുവിൻ്റെ അടുത്ത് എത്തുന്നത് വരെയും, അല്ലെങ്കിൽ എത്തിയാൽ പോലും നമ്മൾ പല പല ആഗ്രഹങ്ങളുടെയും സുഖങ്ങളുടെയും പുറകെ ഓടുന്നു. എങ്ങനെയാണോ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ട് ആ സമയത്ത് പോലും തവള വേറൊരു പ്രാണിയെ കഴിക്കാനുള്ള തിരക്കിലാണ്, അതുപോലെ. അപ്പോൾ എത്തുന്നു ദർദുരം എന്ന് പറയുമ്പോൾ ആ ദർദുരം തവള പിന്നാലെ ഊറ്റത്തോടെ ഒരു സർപ്പം കണക്കെ, ഒരു പാമ്പ് പോലെ ഇഹ ഇവിടെ കൃതാന്തൻ മൃത്യു, ഗുഹ പോലെ പിളർന്ന മുഖം, വായ ഗുഹ പോലെ പിളർന്ന് പൊളിച്ച്, ഭക്ഷിപ്പതിന് വിഴുങ്ങുന്നതിന്, മമ പിൻപേ എൻ്റെ പിന്നാലെ നടന്നടുക്കുന്നു, അയ്യോ കഷ്ടം നാരായണ അങ്ങയ്ക്ക് നമസ്കാരം. പറഞ്ഞ ആഹാരത്തിന് തിരഞ്ഞു നടക്കുന്ന തവളയുടെ പിന്നാലെ ഊറ്റത്തോടെ വരുന്ന ഒരു സർപ്പം, ഗുഹയുടെ വലുപ്പത്തിൽ വായും പൊളിച്ച് വിഴുങ്ങുന്നതിന് നടന്നടുക്കുന്നു. അപ്പോൾ പക്ഷേ തവളയാകട്ടെ പാമ്പിൻ്റെ വായ്ക്കകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഭക്ഷണത്തിനായിട്ട് മറ്റു ചെറു പ്രാണികളെ പിടിക്കുന്നു. അതുപോലെയാണ് മരണം. ദിവസേന വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ മരണത്തിൻ്റെ വായ്ക്കകത്താണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കാരണം എപ്പോഴാണ് നമുക്കൊക്കെ എന്താ പറയുക, നമ്മൾ ഓരോ നിമിഷവും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല രോഗാണുക്കളും പല പല നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് വരുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭോഗങ്ങൾക്കായിട്ടിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. കാമരൂപമായിട്ടുള്ള കർമ്മങ്ങൾ മനുഷ്യജന്മത്തിൽ പല പല കാമങ്ങൾ, പല ആഗ്രഹങ്ങൾ, പല പല ദുരിതങ്ങൾ കൊണ്ടുവരും, അതുപോലെ കർമ്മങ്ങൾ കൊണ്ടുവരും. അതിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുക. എന്നാൽ അതിനുവേണ്ടി സഹായിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തത് 54-ാമത്തെ ശ്ലോകം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനർ എന്തൊന്നു വാങ്മനസ ദേഹങ്ങൾ ചെയ്തതും എന്തിന്നിമേലിലതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. മന്നിങ്ങൽ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ വന്ന് പിറന്ന അന്ന് തൊട്ട് എന്തൊന്ന് വാങ്മനസ് ദേഹങ്ങൾ ചെയ്തത്, അത് വാക്കും മനസ്സും ദേഹം കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം, എന്തിനീ മേലിലതുമെല്ലാം, ഇതിനി മേലിൽ ഇതെല്ലാം തന്നെ നിനക്ക് ഹൃദി, അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഉള്ളിൽ ഹൃദി എന്ന് പറയുമ്പോൾ ഉള്ളിൽ സന്തോഷമായി വരിക, സന്തോഷത്തെ ജനിപ്പിക്കാൻ ഇടവരണേ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന അന്ന് തൊട്ട് നമ്മൾ പല പല കർമ്മങ്ങൾ ചെയ്യുന്നു. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ദേഹം കൊണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ
ഇനിയും എന്തെല്ലാമോ ചെയ്യാൻ കിടക്കുന്നു. അതെല്ലാം അങ്ങേക്ക് സന്തോഷത്തെ ഉള്ളിൽ ജനിപ്പിക്കാൻ ഇടവരണേ. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയണേ ഭഗവാനെ എന്നാണ് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് പ്രസാദത്തിനായിട്ട്, ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി ആയിരിക്കണേ. അപ്പോൾ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ അതെല്ലാം കർമ്മങ്ങളാണ്. അതെല്ലാം നമുക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തരുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നും നല്ല ധാർമ്മികമായിട്ട് ജീവിക്കുകയും നല്ല ധർമ്മത്തിലൂന്നിയ ഒരു ജീവിതം ജീവിക്കുകയും സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മളാലാവുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ആത്മശാന്തിയും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവുകയും ആത്മപ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം നേടാൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈശ്വരാർപ്പണമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും എന്നാൽ മാത്രമേ ഭഗവത് പ്രസാദം നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ള ഒരു വലിയ തത്വമാണ് ഇവിടെ എഴുത്തച്ഛൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പറയുന്നു, മണ്ണിങ്കൽ വന്ന് പിറന്ന അന്ന് തൊട്ട് ദേഹങ്ങളും മനസ്സും വാക്കും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ആ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും എല്ലാം ഭഗവത് പ്രസാദത്തിനായിട്ട് വരണമേ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണമെന്ന് ഭഗവത്ഗീതയിൽ പറയും. എന്നാൽ നമ്മൾ എല്ലാം ചെയ്യുന്നു, പക്ഷെ പലതും നമ്മൾ ഒരുപാട് നമ്മുടെ ഒരു ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനാണ് പലതും ചെയ്യുക. ചിലപ്പോൾ അത് സമൂഹത്തിന് നല്ലതാവണമെന്നില്ല. അപ്പം ഒരുപാട് വലിയ വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഇന്നർ എനർജി ഉള്ള ഒരാളാണ് ഓരോ മനുഷ്യനും. എന്നാൽ മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ ശക്തിയെ അറിയുന്നില്ല. കാരണം അവൻ പല പല മായയിൽപ്പെട്ട് അല്ലെങ്കിൽ വാസനകളുടെ പിടിയിൽ പെട്ടിട്ട് തൻ്റെ ഉള്ളിലെ ഇന്നർ സ്ട്രെങ്ത് അറിയുന്നില്ല. അപ്പോൾ ഈ ഇന്നർ സ്ട്രെങ്ത് എങ്ങനെ അറിയാം? ഇന്നർ സ്ട്രെങ്ത് അറിയാൻ ചെയ്യേണ്ടത് നമ്മൾ നാമജപവും ധ്യാനവും ഒക്കെ പരിശീലിക്കുമ്പോൾ, അതുപോലെ പാരായണങ്ങളും ഒരു സാധനയും കൃത്യനിഷ്ഠയും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ ഉയരും. അങ്ങനെ ഉയരുമ്പോൾ നമുക്ക് ഭഗവാനെക്കുറിച്ച് ചെറിയ ഒരു അറിവ് ക്രമേണ ലഭിച്ചു തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് ആദ്യം മനഃശുദ്ധി നേടാൻ വേണ്ടി നാമജപങ്ങൾ ഒരു ശീലമാക്കുക, പിന്നെ ധ്യാനം പരിശീലിക്കുക, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും നല്ല ഒരു അവസ്ഥയിൽ നിർത്തുക. അതൊക്കെയാണ്. അപ്പോൾ ഈ 2 പദ്യങ്ങൾ ഇന്ന് ചൊല്ലിയത് ഒരിക്കൽ കൂടെ ചൊല്ലാം. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്ന മുഖം അയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്നതർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്നിമേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഭഗവാനൊരു വലിയ ശക്തിയാണെന്നും ആ ശക്തിയെ തിരിച്ചറിയുന്നതിനാണ് നമ്മുടെ എല്ലാ ക്ഷേത്ര ദർശനവും, അതുപോലെ നാമജപങ്ങളും യോഗ അഭ്യാസവും അതുപോലെ ധ്യാനവും എല്ലാം അതിനാണ് സഹായിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല മാനസികമായിട്ടുള്ള ഒരു ശക്തിയിലേക്ക് നമ്മൾ ഉണരുമ്പോൾ ആ ഒരു ഭഗവത് പ്രസാദമുണ്ടാവുമെന്നും ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാവുമ്പോഴും നമ്മൾ അതിലിങ്ങനെ രമിക്കാതെ നമ്മൾ ആ ഒരു ഭഗവാനെങ്കിലും ഓർത്തുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ഒരു നല്ല
ഒരു ജീവിതം, ഭഗവാൻ തൃപ്തിയും സന്തോഷവുമുള്ളൊരു ജീവിതം നമുക്ക് കൊണ്ടുതരും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു പദ്യത്തിലൂടെ എഴുത്തച്ഛൻ എന്ന മഹാഗുരു നമുക്ക് പങ്കുവയ്ക്കുന്നത്. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.